നിങ്ങൾ കൃഷ്ണഭക്തരാണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും കൃഷ്ണഭക്തരാണ്, സനാതന ധർമ്മ വിശ്വാസികളാണ്. ഇനി കൃഷ്ണഭക്തിയും സനാതന ധർമ്മത്തിൽ കൃഷ്ണഭക്തിക്കുള്ള സ്ഥാനവും ഒക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക. ഓം നമോ ഭഗവതി വാസുദേവായ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹവും സമർപ്പണവും നമുക്ക് കാണിക്കുവാനായിട്ട് പല മാർഗങ്ങളുണ്ട്. നാമജപത്തിലൂടെ കാണിക്കാം, നല്ല കർമ്മത്തിലൂടെ കാണിക്കാം, ജ്ഞാനത്തിലൂടെ കാണിക്കാം, ഗീതാ വായനയിലൂടെ കാണിക്കാം, സേവനത്തിലൂടെ കാണിക്കാം, ഭജനയിലൂടെ കാണിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഭക്തി കാണിക്കുവാൻ സാധിക്കും. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ച് കഥ കേൾക്കാറുണ്ട്, വൃന്ദാവന ലീലകളെ കുറിച്ച് കഥ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ രാധാകൃഷ്ണ പ്രണയത്തെക്കുറിച്ച് നമ്മൾ വാദോരോധം സംസാരിക്കാറുണ്ട് അല്ലേ? സ്നേഹത്തിന്റെ ഒരു ആത്മീയ തല യാത്രയാണ് രാധാകൃഷ്ണ പ്രണയം. അതുപോലെ ഗീതോപദേശത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ സംബന്ധിച്ച് വെറും ഒരു ദൈവരൂപം മാത്രമല്ല, നമുക്ക് നമ്മുടെ മാർഗദർശിയും ഗുരുവും ഒക്കെയാണ്. അപ്പം സനാതന ധർമ്മത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ മാർഗദർശിയും ഈ ഗുരുവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയുടെ മുന്നിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അർപ്പിക്കുന്നതാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ എൻ്റെ ഭഗവാനെ, അല്ലയോ എൻ്റെ കണ്ണ, എൻ്റെ കൃഷ്ണ, ഞാൻ എന്നെ നിന്റെ മുന്നിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. എങ്ങനെയാണോ മഹാഭാരത യുദ്ധത്തിൽ നീ അർജുനന്റെ തേര് നയിച്ചത്, അതേപോലെ ജീവിതമാകുന്ന എൻ്റെ യുദ്ധത്തിൽ, എൻ്റെ ഈ ജീവിത യുദ്ധത്തിൽ എൻ്റെ തേര് നയിച്ചാലും എന്താണോ എനിക്ക് നല്ലത് അത് നിനക്ക് മറ്റാരേക്കാളും അറിയാം. എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ നല്ലത് നിനക്കാണല്ലോ കണ്ണാ അറിയുന്നത്. അതുകൊണ്ട് എനിക്കെന്താണ് നല്ലത് അത് മാത്രം എന്നിലേക്ക് തരിക, എനിക്കെന്താണ് മോശം അത് എന്നിൽ നിന്ന് നീ തിരിച്ചെടുക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്തു മാറ്റപ്പെടുമ്പോൾ ചില ബന്ധങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകാം, ചില കർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകാം അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് താൽക്കാലികമായ ദുഃഖങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്ന ആ ഒരു തലമാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സനാതന ധർമ്മത്തിലെ ഭക്തിയിലേക്ക്, സമർപ്പണത്തിലേക്ക് എത്തുന്നത്, ഭഗവത് സ്നേഹവും സമർപ്പണത്തിലേക്കും എത്തുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു കഥ ഞാൻ പറയാം. സമയപരിമിതി കൊണ്ട് ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഭക്തി എന്നത് പൂർണ്ണ സമർപ്പണമാണ്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റപ്പെടുമ്പോൾ ഭഗവാനെ പിഴയ്ക്കുന്നത്, അല്ലാതെ ഭഗവാനാണ് അതിന് റീസൺ, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് ചിന്തിക്കുന്നതല്ല ഭക്തി. ഭക്തി എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കഥയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ.